ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീദ് മധുസൂദനൻ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രാവിൻകൂട് ഷാപ്പ്, സംവിധാനം പുതുമുഖമായ ശ്രീരാജ് ശ്രീനിവാസൻ, നിർമ്മാണം പരിചയസമ്പന്നനായ അൻവർ റഷീദ്, അതുപോലെ DOP ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രാഫർമാരിൽ ഒരാളായ ഷൈജു ഖാലിദ്. മെയിൻ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ബേസിൽ ജോസഫ് ഉണ്ട്, അതുപോലെ തന്നെ ചെമ്പൻ വിനോദ് ഉണ്ട്, സോബീൻ ഷാഹിർ ഉണ്ട്. ഫീമെയിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ചാന്ദിനിയാണ്. അപ്പോൾ ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു രാത്രിയിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. ആദ്യമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു പുതുമുഖ സംവിധായകന്റെ യാതൊരു പരിഭ്രമങ്ങളും ഇല്ലാതെ നന്നായിട്ട് അദ്ദേഹം സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മേക്കിംഗ് വളരെ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. പിന്നെ അതായത് ഒരു ഷാപ്പ്, ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക കൈയടി കൊടുക്കണം. കാരണം ആ ഷാപ്പിന്റെ ഒരു ആംബിയൻസ് നമുക്ക് നല്ല കൃത്യമായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ അങ്ങോട്ട് കോസ്റ്റ്യൂംസ് ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കുറെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. കള്ള് കുടിക്കുക, ഷാപ്പാകുമ്പോൾ തീർച്ചയായിട്ടും കള്ള് കുടിക്കാൻ വരുന്നവരായിരിക്കുമല്ലോ അവിടെ ചുറ്റും. അപ്പോൾ ഈ കള്ള് കുടിക്കാൻ വരുന്ന കുറച്ച് പ്രായമായിട്ടുള്ള കുറച്ച് അപ്പൂപ്പന്മാരൊക്കെ ഉണ്ട്. അവരുടെ ആ കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ആണ്. ഷഫീഖ് മുഹമ്മദ് അലിയാണ് ഇതിന്റെ എഡിറ്റർ. ഇത് എഡിറ്റിംഗ് നല്ല പണി എടുത്തിട്ടുണ്ട്. കാരണം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല. അതായത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മുന്നത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് പുറകോട്ട് പോയിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കട്ടായിട്ട് നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഒരു കൊലപാതകം ആകുമ്പോഴത്തേക്ക് കുറെ നടക്കുന്ന കാര്യങ്ങളും മുന്നേ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് പോകണം. അപ്പൊ എഡിറ്റിംഗ് നല്ല രീതിയിൽ എഡിറ്റർ പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു രീതി അതിന്റെ ഒരു ഔട്ട്പുട്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞല്ലോ, ഒരാൾ കൊല്ലപ്പെടുന്നു. ഇത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബേസിൽ ജോസഫ് വരുന്നത് നന്നായിട്ട് ബേസിൽ ജോസഫ് എന്താ പറയുന്നത്, ഇപ്പൊ ഏതൊരു ക്യാരക്ടർ കൊടുത്താലും ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറും നല്ല അടിപൊളിയായിട്ട് തന്നെ ബേസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പൻ വിനോദ് ആണെന്നുണ്ടെങ്കിലും സൗബീൻ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും. പിന്നെ എനിക്ക് ചാന്ദിനിയുടെ കഥാപാത്രം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള ഒരു കഥാപാത്രമായിരുന്നു ചാന്ദിനിയുടേത്. അത് പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു രീതിക്കനുസരിച്ച് പുള്ളിക്കാരി അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇന്ന് മലയാള സിനിമയിൽ പലരും യോഗ്യരാണ്, പല ആൾക്കാരും ഉണ്ട്. പക്ഷെ അവർക്ക് കൊടുത്ത അവരുടെ ഒരു മാക്സിമം ലിമിറ്റിന് ചാന്ദിനി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത്, ഇതിനകത്ത് മറ്റേ ശിവജിത്ത് എന്ന് പറയുന്ന ഒരു ആളുണ്ട്, ഷാപ്പ് മുതലാളിയായിട്ട് വരുന്നത്. അടിപൊളിയാണ് പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ക ഒരു ഷാപ്പ് മുതലാളിയുടെ മാനരസങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ കുറെ സിനിമകളിൽ ചെറിയ റോളുകളൊക്കെ ചെയ്തു വരുന്ന ഒരു നടനാണ്. മേ ബി ഈ ഒരു സിനിമ കൊണ്ട് അയാളുടെ റേഞ്ച് ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. അപ്പോ എന്താ പറയുന്നത്, ഒരു ഡാർക്ക് ഹ്യൂമർ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും നന്നായിട്ട് അത്യാവശ്യം ഇഷ്ടപ്പെടും. സെക്കൻഡ് ഹാഫിലേക്കും ക്ലൈമാക്സിലും ഒക്കെ പോകാൻ നേരം എന്താ പറയുക, ഒരു പ്രോപ്പർ എൻഡിങ് ഇല്ലാതെ നിർത്തിയോ എന്നൊക്കെയുള്ള ഒരു സംശയം ഇതിനകത്ത് ചിലർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ആയിരിക്കും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, അൻവർ റഷീദാണ് ഇതിന്റെ നിർമ്മാണം. അദ്ദേഹം തീർച്ചയായിട്ടും നിർമ്മാണം മാത്രമല്ല, നമുക്കറിയാമല്ലോ മലയാളത്തിലെ ഒരു നല്ല സംവിധായകൻ കൂടിയാണ്. നല്ല സിനിമകൾ അദ്ദേഹം എത്രയോ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് തീർച്ചയായിട്ടും ഈ സിനിമയിൽ അവിടെ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. വേറെ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ മാറി നിൽക്കാണ്ട് അത്യാവശ്യം സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാവും. ആ ഒരു ക്വാളിറ്റി എന്തായാലും ഈ സിനിമയുടെ ഔട്ട്പുട്ടിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. വലിയൊരു ഈ വർഷത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകും എന്നൊന്നും പ്രതീക്ഷിച്ച് ആരും സിനിമ കാണാൻ പോകണ്ട. ഒരു ആവറേജ് ഒരു മൂവി, ഒരു പ്രാവശ്യം വൺ ടൈം വാച്ചബിൾ ആണ്. നമുക്കൊന്ന് വലിയ പ്രതീക്ഷകളോ ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ആ ഒരു രീതിയിലുള്ള ഒരു മൂവി എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പൊ അതാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.